ചങ്ങനാശ്ശേരിയിൽ എസ്ഐയെ കയ്യേറ്റം ചെയ്ത സിപിഎം കൗൺസിലർക്കെതിരെ കേസ്. ജൂനിയർ എസ്ഐ ടിനുവിനെ മർദ്ദിച്ച സിപിഎം ഏരിയ കമ്മിറ്റി അംഗം PA നിസാറിനെതിരെയാണ് ചങ്ങനാശ്ശേരി പോലീസ് കേസെടുത്തത്. സംഭവം ഒതുക്കി തീർക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നതോടെയാണ് കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരായത്. എന്നാൽ സംഘം ചേർന്നുള്ള ആക്രമണമായിരുന്നിട്ടും നിസാറിനെ മാത്രമാണ് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒത്തുകളിക്ക് പോലീസ് തയ്യാറാകുന്നു എന്നുള്ള ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നു. അത്തരത്തിലാണ് ഏതാണ്ട് 24 മണിക്കൂർ പിന്നിട്ടതിന് ശേഷമാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. CPM നേതാക്കൾക്ക് അല്ലെങ്കിൽ CPMന്റെ സമ്മർദ്ദത്തിന് പോലീസ് വഴിപ്പെടുന്നു എന്നുള്ള വിമർശനമാണ് ഇതോടൊപ്പം ഉയർന്നിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോട് കൂടിയാണ് ചങ്ങനാശ്ശേരി ജംഗ്ഷനിൽ വെച്ച് നഗരമധ്യത്തിൽ വെച്ച് ജൂനിയർ SI ആയിരുന്ന ടിനുവിനെ CPM നേതാവും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി നഗരസഭ അംഗമായി കൂടിയായിട്ടുള്ള PA നിസാർ SIയെ മർദ്ദിച്ചത്. ബ്രത്ത് അനലൈസർ വെച്ച് വാഹന പരിശോധനയ്ക്കിടെ ആൽക്കോമീറ്റർ വെച്ച് പരിശോധന നടത്തണമെന്നുള്ള ആവശ്യം നിരാകരിക്കുകയും SIയുമായി തർക്കിക്കുകയും പിന്നീട് കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എന്നുള്ളതായിരുന്നു കേസ് എന്നതായിരുന്നു സംഭവം. പക്ഷേ ആദ്യഘട്ടത്തിൽ അത്തരമൊരു സംഭവം ഇല്ലെന്നും ഒരു തർക്കം മാത്രമാണ് നടന്നത് എന്നുമായിരുന്നു ചങ്ങനാശ്ശേരി പോലീസ് നമ്മോടടക്കം ജനം ടിവിയോടക്കം വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല, ദൃശ്യങ്ങൾ സഹിതം പോലീസിന് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഇതിനെതിരെ കേസെടുക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും വൈകി വന്ന ഏറ്റവും പുതിയ വിവരം. കേസിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നടക്കമുള്ള ആവശ്യങ്ങൾ എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന വകുപ്പ് പ്രകാരം BNS 132 വകുപ്പ്, പോലീസുകാരനെ ഡ്യൂട്ടിക്കിടെ ആക്രമിക്കൽ, കേരള പോലീസ് ആക്ട് 117E എന്നീ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ PA നിസാറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. നഗരമധ്യത്തിൽ ആളുകൾ നോക്കി നിൽക്കെ ഒരു കൃത്യനിർവഹണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ കൈയോങ്ങുക, പോലീസുകാരനെ കൈവയ്ക്കുക എന്ന ഗുരുതരമായ ഒരു കൃത്യമാണ്, അല്ലെങ്കിൽ ഈ നിയമവാഴ്ചയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നടപടിയാണ് ഈ നിസാറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന് അദ്ദേഹത്തിന് പിൻബലമായി നിന്നത് തനിക്കൊപ്പം പാർട്ടി ഉണ്ടാകുമെന്നുള്ള ശക്തമായിട്ടുള്ള ഒരു വിശ്വാസമായിരുന്നു. അതിന്റെ പുറത്താണ് ഒരു യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു ബ്രത്ത് അനലൈസർ വെച്ച് പരിശോധന നടത്താൻ ശ്രമിച്ച ഒരു ഉദ്യോഗസ്ഥനെ വലിയ രീതിയിൽ മർദ്ദിക്കുന്ന രീതിയിലേക്ക് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ എടുത്ത് പറയേണ്ടത്, ഇപ്പോൾ ഈ നിസാറിനെ മാത്രം പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക്, ഒരു നീക്കത്തിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നത് എന്നാണ്. പക്ഷേ ഈ നിസാർ ഒറ്റയ്ക്കായിരുന്നില്ല മർദ്ദിച്ചത്, മറിച്ച് കൂട്ടും കൂടി വേറെയും CPMന്റെ മറ്റു പ്രവർത്തകരും നിസാറിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങളിലും അത് വ്യക്തമായിരുന്നു. അവരെയൊന്നും പ്രതി ചേർത്തിട്ടില്ല എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരുന്നതിൻ്റെ ഭാഗമായാണ് ഈ ഒരു കേസെടുക്കാതെ നിവൃത്തിയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയതോടുകൂടിയാണ് CPMന്റെ സമ്മർദ്ദത്തിന് ഇത്രയും നേരം അടിപ്പെട്ടുകൊണ്ടിരുന്ന പോലീസ് ഇപ്പോൾ കേസെടുക്കാൻ പോലും തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കേസ് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതെല്ലാം CPMന്റെ ഈ ഒരു സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ള കാര്യമെല്ലാം ഇനി പ്രത്യേകം കാത്തിരുന്ന് കാണേണ്ടതാണ്.